ദൈവമേ, ഞാൻ ഗൾഫിൽ കിടന്ന് കുറെ കഷ്ടപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കിയത്. ഇവിടെ പണിക്ക് വരുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവള് സമയത്ത് കയറി വരും. അവൾക്ക് തോന്നുന്ന സമയത്താണ് കയറി വരുന്നത്. ഞാൻ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നറിയോ? ഡീസൽ അടിക്കും, പെട്രോൾ അടിക്കും, അവിടെ പോയി കാറ്റടിക്കും, എന്തൊക്കെ ചെയ്യും. ഇപ്പൊ തന്നെ ഒരുത്തൻ പെട്രോൾ അടിക്കാൻ വന്നപ്പോ അവന് ഡീസൽ അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്റെ തലക്കിട്ട് അടിച്ചിട്ടാ പോയെ. അവളിങ്ങി വരട്ടെ, അവക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരട്ടെ. ആരാ വരുന്നത്? ഞാൻ മനസ്സിലായി. അദൃശ്യനാണോ? എത്ര മണിയായി? സാർ സ്റ്റില്ല് മാറ്റിയാലേ എനിക്ക് സമയം നോക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റില്ല് മാറ്റിയിരിക്കുന്നു. എത്ര മണിയായി? സാർ 9 മണിയായി. 9 മണിയായി. ഇത് സത്രമാണ് വേണ്ടി തോന്നുന്ന സമയത്ത് കയറി വരെ. എവിടെ പോയി കിടക്കുവാ? സാർ മെട്രോ കിട്ടിയില്ല. മെട്രോ? നിന്റെ വീടോടെ? പത്തനാപുരത്ത്. പത്തനാപുരത്ത് എവിടെ? അല്ല, പത്രത്തിലുണ്ടായിരുന്നു പത്തനാപുരത്ത് ഉടനെ മെട്രോ വരുമെന്ന്. ഉടനെ എന്ന് പറയുമ്പോ 2050. 2050 പറയണ്ട, നുണ വന്ന് പറഞ്ഞേക്കുന്നത് 2024 നുണച്ചി. നുണച്ചിന്നൊന്നും പറയരുത്. നീ വാ തുറന്നീ നുണയേ പറയത്തുള്ളൂ. ഇങ്ങനെ താമസിച്ചു വന്ന കാരണം എന്തേ? സാർ അങ്ങനെയൊന്നും പറയരുത്. സാറിന് അറിയാലോ എനിക്ക് ഇവിടെ ഡബിൾ ഡ്യൂട്ടി ആണെന്ന്. ഡബിൾ ഡ്യൂട്ടി? ഇവിടെ മിഷീൻ വരെ കേടാ. ഇവിടുത്തെ ആൾക്കാർ പെട്രോൾ അടിക്കാൻ വരുമ്പോ ഞാൻ പെട്രോൾ അടിക്കണം, എന്നിട്ട് അവര് കാണാൻ നിന്നിട്ട് പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ എന്ന് ഞാൻ പറയണ്ട. അതും കൂടെ ചെയ്യണം ഞാൻ. നീ ഡബ് ചെയ്യണ്ടേ? നാളെ ഞാൻ ഭാഗ്യലക്ഷ്മി വിളിച്ച് ഡബ് ചെയ്തോളാം. മതിയോ? വേണ്ട, നിനക്കൊരു കാര്യം, ആ മിഷൻ ഉണ്ടോ? അതും കേടാ. ഞാൻ നേരം വെളുക്കുമ്പോ തൊട്ട് ഞാനും ഡബ് ചെയ്ത് തുടങ്ങുക. 360 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നന്ദിയുണ്ട്. ആ പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലേ? സാർ 9 മണിയായി. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം. ഞാൻ കഴിച്ചോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ? കുമ്പളത്തപ്പം. കുമ്മണത്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് തിന്നണം നുണ പറയണം. അല്ലാതെ ഇവള് വാ തുറക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. പോട്ട് വാ കേട്ടാ, നിനക്ക് ഞാൻ തരാം. ദൈവമേ, ഒരു വണ്ടി പോലും വരുന്നില്ല എണ്ണ അടിക്കാൻ. എനിക്കാണെങ്കിൽ ഇത് ഞെക്കിപ്പിച്ച് കളയാനാണ് കൊതിയോ. ആഹാ, കാക്കക്കൂടുതാ നടന്നു വരുന്ന. ഹലോ, പെട്രോൾ ആണോ? ഇല്ലില്ല, ഇത് മൊത്തം ദശമൂലാരിഷ്ടം. 2 ലിറ്റർ ഇയാളങ്ങ് കൂച്ച ദശമൂലാരിഷ്ടം. എന്തുവാ? എനിക്ക് ഇതിൽ പെട്രോൾ വേണമായിരുന്നു. പെട്രോൾ വേണമെങ്കിൽ വണ്ടി എവിടെ? വണ്ടി വഴി കിടക്കുവാ. പോയി ഇങ്ങ് എടുത്തോണ്ട് പോവാ. എടുത്തോണ്ട് വരാൻ കുഞ്ഞല്ല, വണ്ടിയാ. വണ്ടി ഇല്ലാതെ ഇവിടെ എണ്ണ അടിച്ച് തരത്തില്ല. വണ്ടി കൊണ്ടുവരണം. വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് സാറേ. വണ്ടി എടുത്തോണ്ട് വരാൻ അടിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പെട്രോൾ അടിക്കാൻ വന്നേലോ, അല്ല ഇയാളെ അടിക്കാൻ വന്നേന്നല്ലോ. ഇവിടെ അതാണ് വണ്ടി വേണോന്ന്. തുപ്പിത്താ എന്തായാലും തോന്നിയ പറ, കണ്ണി കിട്ടി തുപ്പിത്തരാം. തുപ്പി തരാനല്ലേ പറഞ്ഞേ? കുപ്പിക്കകത്ത് പെട്രോൾ ഇതാ. കുപ്പിക്കകത്ത് തരാൻ പറ്റത്തില്ല. കുപ്പിക്കകത്ത് പെട്രോൾ വരാൻ പറ്റത്തില്ലെന്ന്. ഇത്രയും വലിയ ടാങ്കറിനകത്ത് പെട്രോൾ ഉണ്ടായി, ഈ കുഞ്ഞു കുപ്പിക്കകത്ത് എന്താ പെട്രോൾ വരാൻ പടി? എടോ, ഇതെന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് ഈ കുപ്പിയിൽ തരുവാന്ന് പറഞ്ഞാ. നിയമവിരുദ്ധ. കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് അടിക്കുമ്പോ നമുക്ക് അളവറിയാമല്ലോ. മറ്റേ നമ്മൾ പെട്രോൾ ടാങ്കിനകത്ത് പോകുമ്പോ കാണുന്നില്ലല്ലോ. ദൈവമേ, ഇവ നിയമം പഠിച്ചവനാ. ഞാൻ അടിച്ചു തരാം. പെട്രോൾ ആണോ അടിക്കുന്നത്? അല്ല, ഹൈഡ് ചെയ്തുള്ള പ്ലേ കണ്ടപ്പോ സംശയം തോന്നി. പെട്രോൾ തന്നെ, പെട്രോൾ പൈസ എന്തോ ഇത്? 250 നോട്ട് ആദ്യമായിട്ട് കാണുവന്നു. അതല്ലെന്ന്, 112 രൂപ 50 പൈസ തരണം. പെട്രോളിന്റെ വില കുറഞ്ഞല്ലോ. 50 പൈസയെ കുറഞ്ഞോളൂ. നിർത്തിയ പൈസ അങ്ങ് കുറച്ചു. എടാ, ഇത് എന്റെ അടുത്തല്ല, പോയി സർക്കാരിന്റെ അടുത്ത് പരാതി പറയണം. പിന്നെ 50 പൈസക്ക് വേണ്ടി ഞാൻ പോയി പൊരുവേലത്ത് സമരം ചെയ്യാം. എന്തൊരു തോന്നിയാസോടാ. എന്താ ആദ്യം നീ പറഞ്ഞിട്ടില്ലേ പെട്രോൾ അടിച്ചാ, ഇപ്പൊ ഡീസൽ എന്ന് പറഞ്ഞ? ഡീസലെന്നല്ലേ പറഞ്ഞേ? ഇവിടെ ഒരു നിപ്പുണ്ടല്ലോ. ചെല്ലെന്നാണ് ഏതോ ഒരുത്തം വന്ന് നിന്നെ വിളിക്കുന്നടി. അയ്യോ, നിങ്ങളെന്താ ഇവിടെ? നിങ്ങളോ? എന്റെ പേര് വിളിക്കണേ നീ. എന്തോ പേര്? തോമസ് ആലുവ. അയ്യോ, തോമസ് ആലുവ എഡിസൺ. എനിക്കറിയാം നിങ്ങളെ. അത് ബൾബ് കണ്ടുപിടിച്ച ആള്. അപ്പൊ നിങ്ങളോ? ഞങ്ങളുടെ അടുത്തുള്ള ബൾബ് എറിഞ്ഞു പൊട്ടിക്കുന്ന ആള്. ഇവിടെ തോമസ് ആലുവയിലുള്ള തോമസ് ആ ഞാൻ. തോമസ് ഉള്ള ആലുവേ, നീ എന്തിനിങ്ങോട്ട് വന്നത്? ബന്ധം എന്തോ നിങ്ങളെ? എന്റെ സ്വന്തമായി ഇവള്. സ്വന്തം ഒന്നും അല്ല സാറേ, ഞങ്ങളുടെ കല്യാണ നിശ്ചയം ഒന്ന് കഴിഞ്ഞായിരുന്നു. ആ ഒരു ബന്ധമേ ഉള്ളൂ. ഇവളെ ഞാൻ പെണ്ണ് കണ്ട് കല്യാണം നിശ്ചയം നടന്ന് മോതിരം മാറ്റി. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്ത് മോതിരം ഇട്ടെന്തോ വാറ്റി എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണോ? കടപ്പുണ്ടല്ലോ, അതടുത്ത് വാറ്റി മോതിരം മാറ്റി എന്നല്ല പറഞ്ഞത്. മോതിരം മാറ്റാൻ കഴിഞ്ഞിട്ട് ഇവള് പറയല്ലേ വേണ്ടെന്ന്. സത്യമാണോ? സാർ, എന്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇയാളോട് നിശ്ചയം കഴിക്കേണ്ടി വന്നത്. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഇയാൾ എനിക്കൊരു ഫ്രീഡം തരുന്നില്ല സാറേ. എടി, നിനക്ക് ചന്ദനത്തിലോ ഈട്ടിയിലോ എങ്ങനെയല്ലേ പണിഞ്ഞു തരാൻ നിനക്ക് ഇരിക്കാൻ? എന്തോന്ന് പീഡം? പീഡമല്ല, ഫ്രീഡം. എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. എന്താ സ്വാതന്ത്ര്യം കൊടുക്കാത്ത? 1947 ആഗസ്റ്റ് 15 12 മണിക്ക് രാത്രി 12 മണിക്ക് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു. പോയി വാങ്ങിക്കണമായിരുന്നു. അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യം കൊടുത്തില്ലല്ലോ. എന്തോ 1,26,500 ഉമ്മ നിനക്ക് തന്നില്ലേ മൊബൈലിൽ കൂടെ? എന്തോ സാർ, ഞായറാഴ്ച ഞങ്ങളുടെ പെണ്ണുകാണൽ കഴിഞ്ഞു. തിങ്കളാഴ്ച ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ച നേരം വെളുത്തിട്ട് ഇപ്പൊ ഇത്രയും സമയമായിട്ടുള്ളൂ. ഇയാൾ എത്ര ഉമ്മ എനിക്ക് തന്നെ? 1,26,500 ഉമ്മ. പച്ചക്കള്ളവാ സാറേ. 1,05,252 അര ഉമ്മ അയാൾ എനിക്ക് തന്നത്. 500 വേറെ ഉമ്മ ഒറ്റയ്ക്ക് മേടിച്ചിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. എടാ, അതെല്ലാം പോട്ടെ, ഈ അര ഉമ്മ അതെന്തുവാ? അത് കൊടുത്തോട്ട് മൊബൈലിൽ സ്വിച്ച് ഓഫ് ആയി പോയത്. ഇഷ്ടമാണെന്ന് ചോദിച്ചു
പേര്. എടാ ഇഷ്ടമൊന്നുമല്ല, നീ പോയി എണ്ണ അടി വണ്ടിയില്. വണ്ടിയിൽ എണ്ണ പിടിക്കാനൊന്നല്ല ഇത് വാങ്ങിച്ചത്. ഇന്നലെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പെട്രോൾ ഇവിടെ ദേഹത്തൊഴിച്ച് ഞാൻ ഇവിടെ കിടന്ന് കത്തി ചാവും. അങ്ങനെ ചെയ്യരുത്. അങ്ങനൊന്നും ചെയ്യില്ലേ, പോടാ ഇറങ്ങി പോടാ. ഇവിടെ പറയുന്ന കല്യാണം കഴിക്കാൻ സമ്മതമല്ല. കല്യാണം കഴിക്കാനെന്ന് പറയും എന്റെ പമ്പ്. അടുത്ത് വരില്ല, അൽഫാമാവും. മാറിക്കണം അങ്ങോട്ട്. ഇതെന്റെ പമ്പാണ്. അയ്യോ അയ്യോ എന്റെ ഓരോ കാമുകന്മാര് വന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എടാ കത്തിക്കില്ലടാ. അടുത്ത് വരില്ല, അൽഫാമാവൂ. ഞാൻ അങ്ങോട്ട് കത്തിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, പെട്രോൾ തരുവോ? ഇവിടെ ഉണ്ടല്ലോ ഇയാൾക്ക് ഓസൊക്കെ എടുത്താൽ പറയും. തരത്തില്ല ഞാൻ. ലാമ്പ് തരുവോ? അയ്യർ എന്തിന്? സിഗരറ്റ് വലിക്കാൻ പോയി. ബാക്കിയുള്ള നീർ നിൽക്കുമ്പോ സിഗരറ്റ് വലിക്കാനാണ് ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു പമ്പില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു പമ്പ് കൊണ്ടുവന്നത്. ഇപ്പൊ ഈ പമ്പ് കാരണം ഈ ഗ്രാമമേ ഇല്ലാതായി പോകുന്നു. ഒരു മിനിറ്റ് നീ കത്തിക്കാൻ, ഞാൻ പറയുന്നേക്ക് എന്റെ അവസ്ഥ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മീറ്റിംഗ്. പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് കത്തി കയറാനാ. എടി അവന് ഇഷ്ടമാണെന്ന്. എനിക്ക് ഇഷ്ടമല്ല അയാളെ. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അവൻ എന്തുവാടി ഒരു കുഴപ്പം? നോക്ക്, ഒരു സൈഡിൽ നോക്കുമ്പോ ദുൽഖർ സൽമാനെ പോലെ ഇരിക്കുമല്ലേ ഇപ്പോഴോ? ആ ടൊവിനോ. അതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിക്കാത്ത. അവനെ കെട്ടടി. സാറേ ഈ കിളി പോയവനൊന്നും കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നല്ലവനാണ്, നീ കെട്ടിക്കോ. അങ്ങനെയാണ് സാറിന്റെ സഹോദരി പിടിച്ചു കെട്ടിച്ചു. അവിടെ കല്യാണം ഉറപ്പിച്ചിരിക്കും. ആ ഉറപ്പിച്ചത് ഊരി എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയല്ല, അല്ലാതെ ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. ഇല്ല സാറേ, എന്നെയും കൊണ്ട് പറ്റത്തില്ല. എടി പമ്പ് കത്തിക്കൂടിയാവേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. അയാളുടെ കയ്യിലിരിക്കുന്ന പെട്രോൾ ഞാൻ വാങ്ങിച്ചെടുക്കട്ടെ. മൂന്നാറിലുള്ള 3 ഏക്കർ സ്ഥലം എന്റെ പേരിൽ എഴുതി തരൂ. ഒരേ കത്തുമ്പോ തന്നെ മാഴ വെട്ടണം കേട്ടോ. കത്തിക്കട്ടെ. അല്ല കത്തിക്കട്ടെ. തരും. പോയി ഇഷ്ടമാണെന്ന് പറ. ഇഷ്ടമാണെന്ന് പറയണോ? ആ കല്യാണം കഴിച്ചോളാന്ന് പറ. കള്ള അഭിനയിച്ചാ മതി. അഭിനയമാണ്. മൂന്നാറിലെ 3 ഏക്കർ സ്ഥലം തരാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, കെട്ടിക്കോളാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, കെട്ടിക്കോളാം. അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, ഞാൻ കെട്ടിക്കോളാം എന്നങ്ങനെ പറയണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, കെട്ടിക്കോളാം. അയ്യോ ഒരു സുഖമില്ല, ഞാൻ കത്തിക്കും. MD നീ ഇവിടെ കത്തും. എനിക്ക് നിങ്ങളെ ഇഷ്ടം. എന്നെ കെട്ടിപ്പിടിച്ച് പറ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, ഞാൻ കെട്ടിക്കോളാമേ. എന്റെ കാലേ ഗാഥയെന്നല്ലേ? എന്റെ കാലല്ല ചവിട്ടി പിടിച്ചേക്കുന്ന. അയ്യോ ഗാഥയും മോഹൻലാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? കല്യാണം കഴിക്കാം. മതി. ഇനി ഒരു 4-5 ആഴ്ച കഴിഞ്ഞ് കല്യാണത്തിന് ആ സമയത്തുള്ള ഇവനെ ഞാൻ ഗുണ്ടള വിട്ട് തട്ടിക്കണം. ഉറപ്പ്. പെട്രോൾ കൈ നീങ്ങി വാങ്ങിക്കാൻ. പെട്രോള് അയ്യടെ മനമച്ചാ. ആ തീപ്പെട്ടി വരൂ. അയ്യൊരു മനമച്ചി. ഇത് മാറ്റിട്ട് കൊല്ലാരിക്കുള്ള പരിപാടിയിലും അല്ല, കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണം നമുക്ക് ചെയ്യാം. അതെ. ഇവൻ ഇവിടെ കിടന്ന് കത്തിച്ചാവൂടി. ഇവൻ കത്തിച്ചാവും. പ്രിയമുള്ള നാട്ടുകാരെ, അയ്യോ അത് മൈക്കല്ല, അത് ഇവിടുത്തെ പമ്പിന്റെ സാധനമാണ്. കത്തിക്കല്ലേ. അയ്യോ കത്തിക്കല്ലേ. കല്യാണം കഴിക്കാൻ സമ്മതിക്കാൻ പറയുള്ളൂ. കല്യാണം കഴിച്ച് സമ്മതിച്ചു. എന്തായാലും കല്യാണം കഴിച്ച് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഒരാള് പറഞ്ഞോണ്ട് മാത്രമല്ല, അവനങ്ങ് പൊക്കോളും. സംഭവം എന്തുവാ ഇത് കണ്ടിട്ടില്ല? ഇത് താലി. ഇത് ബന്ധുക്കളൊക്കെ വന്നിട്ട് വലുതായിട്ട് നടത്താം. ഒരു 1.5 മാസം കഴിയട്ടെ. നടത്തൊന്നും വേണ്ട. എനിക്ക് ഇവിടെ വെച്ച് കല്യാണം കഴിക്കണം. അയ്യോ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. നടക്കൂല, ഞാൻ പറയണേ. എനിക്ക് ഇവിടെ വെച്ച് കല്യാണം കഴിക്കണം. തരാം, സമ്മതിച്ചു തരാം. ഒന്ന് തല നീട്ടിക്കോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇയാളെ കെട്ടിക്കൊണ്ടുള്ള അഭിനയം എന്നെ കൊണ്ട് പറ്റത്തില്ല. 3 ഏക്കർ വേണോ? തരുവോ? എന്നാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. സമ്മതിച്ചോ? സമ്മതിച്ചോ? അതെന്തോ അങ്ങനെ കിട്ടുന്നേ? ഇത് ആ പെട്രോളിന്റെ അതിങ്ങി തരൂ. തരത്തില്ല. ഞാൻ അല്ലാതെ കെട്ടിക്കളാം. ഇങ്ങനെയാണോ കല്യാണം? ഇട കെട്ടുമ്പോഴേ അതിനൊരു നാക്കൊക്കെ ഉണ്ട്. നമ്മൾ കണ്ട ഇങ്ങനെ ചെന്നിട്ട് ആണ്ടെ ഇങ്ങനെ താണ്ടേ. അയ്യടാ ഇങ്ങനെ കെട്ടണം. എടാ ഇത് ജസ്റ്റ് നിന്നെക്കൊന്ന് കാണിച്ചു തന്നതല്ലേ? ആ എടി നീ അത് കൂരിയാണ്. എന്നിട്ട് അവൻ ഒന്നുകൂടി അഗ്നിസാക്ഷിയായിട്ട് കെട്ടിയതാലേ ഞാൻ ഉരുത്തില്ല. അതിന് അഗ്നി ആവുമല്ലോ. അത് ഊരി താന്ന് തരത്തില്ല. ഇവളത്ത് പറഞ്ഞേ. എടാ തോമസേ, എന്താ കെട്ടടാ അവളെ. അയ്യോ എനിക്കെങ്കിലും വേണ്ട. 2ാം കെട്ടുകാരി ഇയാളങ്ങ് വെച്ചാ മതി. അങ്ങോട്ട് 2ാം കെട്ടുകാരിയോ? ഞാൻ പോവാ. ചാവാൻ പോവാണോ? അല്ല, അപ്പുറത്തെ പമ്പിൽ ഒരു കിടക്കം പെണ്ണ് ഇപ്പൊ നടന്ന് വെല്ലുവിളിച്ച് നോക്കാം. അപ്പൊ ഞാൻ എന്തോ ചെയ്യൂടാ? ഞാൻ പറയാം. അങ്ങോട്ട് പോയി പെട്രോൾ അടിക്ക്. അപ്പൊ നീയോ? ഞാൻ ആ ഓഫീസിൽ കയറി ഇരിക്കട്ടെ. ദൈവേ, ഇതിലും ഭേദം ഈ പമ്പ് അങ്ങ് കത്തിയാ മതിയായിരുന്നു. പമ്പ് അടച്ചിട്ട് ചേട്ടാ, ഹണിമൂണിന് പോകാം. അയ്യോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.